നമസ്കാരം. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ലളിതമായ ജീവരൂപങ്ങളിൽ നിന്നും സങ്കീർണമായ ജന്തുവർഗ്ഗങ്ങളിലേക്ക് ഭൂമി പരിവർത്തനം ചെയ്യപ്പെട്ടത് എപ്പോഴാണെന്ന ചോദ്യത്തിന് പുതിയ ഉത്തരം നൽകുകയാണ് തെക്കു പടിഞ്ഞാറൻ ചൈനയിലെ യുനാൻ പ്രവിശ്യയിൽ നിന്നും കണ്ടെത്തിയ ചില പുരാതന ഫോസിലുകൾ. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ശാസ്ത്രം വിശ്വസിച്ചിരുന്ന പല സിദ്ധാന്തങ്ങളെയും തിരുത്തിക്കുറിക്കുന്ന ഈ ഗവേഷണം പ്രശസ്തമായ സയൻസ് ജേണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ജീവപരിണാമത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടമായി കണക്കാക്കപ്പെടുന്ന കംബ്രിയൻ സ്ഫോടനം ഏകദേശം 53.5 കോടി വർഷങ്ങൾക്ക് മുൻപാണ് ആരംഭിച്ചതെന്ന് ആയിരുന്നു ഇതുവരെയുള്ള പൊതുവായ ധാരണ. ജന്തുലോകത്തെ മിക്കവാറും എല്ലാ പ്രധാന വിഭാഗങ്ങളും ഈ കാലഘട്ടത്തിലാണ് പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടതെന്ന് കരുതപ്പെട്ടിരുന്നു. എന്നാൽ ചൈനയിലെ ജിയാങ് ചുവാൻ ബയോട്ടയിൽ നിന്ന് ലഭിച്ച പുതിയ ഫോസിൽ തെളിവുകൾ ഈ പരിണാമ പ്രക്രിയ നാം വിചാരിച്ചതിലും കുറഞ്ഞത് 40 ലക്ഷം വർഷങ്ങൾക്ക് മുൻപേ ആരംഭിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നു. അതായത് ഇടിയാക്കാരൻ കാലഘട്ടത്തിൻ്റെ അവസാന പാദത്തിൽ തന്നെ സങ്കീർണമായ ശാരീരിക ഘടനയുള്ള ജീവികൾ ഭൂമിയിൽ നിലനിന്നിരുന്നു. ഓക്സ്ഫോർഡ് സർവകലാശാലയിലെയും ചൈനയിലെ യുനാൻ സർവകലാശാലയിലെയും ഗവേഷകർ സംയുക്തമായി നടത്തിയ ഈ പഠനത്തിൽ 700-ലധികം ഫോസിൽ മാതൃകകളാണ് പരിശോധിക്കപ്പെട്ടത്. ഇവയിൽ പലതും കംബ്രിയൻ കാലഘട്ടത്തിൽ മാത്രം കാണപ്പെടുമെന്ന് കരുതിയിരുന്ന സങ്കീർണ ജീവിവർഗങ്ങളുടെ പൂർവികരാണ്. പ്രത്യേകിച്ചും മനുഷ്യനടക്കമുള്ള നട്ടെല്ലുള്ള ജീവികളുടെ ആദിമ ബന്ധുക്കളായ ഡ്യൂട്ടറോമോസ്റ്റുകളുടെ സാന്നിധ്യം ഈ കാലഘട്ടത്തിൽ കണ്ടെത്തിയത് പരിണാമശാസ്ത്രത്തിൽ വലിയൊരു വിടവ് നികത്തുവാൻ സഹായിക്കുന്നു. നക്ഷത്ര മത്സ്യങ്ങളുടെയും കടൽ വെള്ളരിക്കകളുടെയും പൂർവികർക്കൊപ്പം നട്ടലുള്ള ജീവികളുടെ സാന്നിധ്യവും അക്കാലത്ത് ഉണ്ടായിരുന്നുവെന്ന് ഈ കണ്ടെത്തൽ സൂചിപ്പിക്കുന്നു. ഈ ഫോസിൽ ശേഖരത്തിലെ മറ്റൊരു പ്രത്യേകത അതിലെ വൈവിധ്യമാർന്ന ജീവിരൂപങ്ങളാണ്. വിരകളെപ്പോലെയുള്ള ഉഭയകക്ഷി സമമിതിയുള്ള ജീവികളും വിചിത്രമായ ഭക്ഷണക്രമം പിന്തുടരുന്ന ആദിമ ജീവിവർഗങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ഡിക്വിൻ എന്ന സയൻസ് ഫിക്ഷൻ സിനിമയിലെ മണൽ വിരകളോട് സാമ്യമുള്ള ജീവികൾ മുതൽ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ വേരൂന്നി നിൽക്കുന്ന സസ്യതുല്യമായ ജന്തുക്കൾ വരെ ഇതിലുണ്ട്. ടൈറ്റാനിയം പോലെയുള്ള സൂക്ഷ്മമായ ഭാഗങ്ങൾ വരെ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ഈ ഫോസിലുകൾ ജീവികളുടെ ദഹന വ്യവസ്ഥയെയും അവയവങ്ങളെയും കുറിച്ച് പഠിക്കുവാൻ ശാസ്ത്രജ്ഞരെ സഹായിക്കുന്നു. സാധാരണയായി ഇടിയാക്കാരൻ കാലഘട്ടത്തിലെ ഫോസിലുകൾ മണൽക്കല്ലുകളിൽ വെറും അടയാളങ്ങൾ മാത്രമായാണ് കാണപ്പെടാറുള്ളത്. എന്നാൽ ജിയാങ് ചുവാൻ ബയോട്ടയിൽ ഇവ കാർബണേഷ്യസ് ഫിലിമുകളായിട്ടാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഭൂമിയുടെ ചരിത്രത്തിലെ 2 പ്രധാന കാലഘട്ടങ്ങൾ തമ്മിലുള്ള മാറ്റത്തെയാണ് ഈ കണ്ടെത്തൽ പ്രതിഫലിപ്പിക്കുന്നത്. വിചിത്ര രൂപങ്ങളുള്ള ഇടിയാക്കാരൻ ജീവികൾ ആധുനിക ജീവിവർഗങ്ങളുടെ സ്വഭാവങ്ങളുള്ള കംബ്രിയൻ ജീവികൾക്ക് വഴിമാറിക്കൊടുക്കുന്ന ഒരു പരിവർത്തന ഘട്ടമാണ് ഇവിടെ ദൃശ്യമാകുന്നത്. ജന്തുവർഗ്ഗങ്ങളുടെ വൈവിധ്യവൽക്കരണത്തിൻ്റെ ആദ്യഘട്ടത്തെക്കുറിച്ചുള്ള ധാരണകൾ കൂടുതൽ വ്യക്തമാകുവാൻ ഈ പഠനം സഹായിച്ചു. 10ഓളം വർഷത്തെ കഠിനമായ ഫീൽഡ് വർക്കിനൊടുവിൽ ഗവേഷകർക്ക് ഇത്രത്തോളം മൂല്യവത്തായ വിവരങ്ങൾ ലഭിച്ചു എന്നത് ഏവരെയും അമ്പരപ്പിക്കുന്നതാണ്. ജീവപരിണാമം എന്നത് പെട്ടെന്നുണ്ടായ ഒരു സ്ഫോടനമല്ലെന്നും മറിച്ച് വളരെ മുൻപേ ആരംഭിച്ച ഒരു നിരന്തര പ്രക്രിയയാണെന്നും ഈ പഠനം അടിവരയിടുന്നു. ശാസ്ത്രലോകം ദശാബ്ദങ്ങളായി തിരഞ്ഞുകൊണ്ടിരുന്ന തെളിവുകൾ ചൈനയിലെ ഈ മണ്ണിൽ നിന്ന് ലഭിച്ചതോടെ ഭൂമിയുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള ചിത്രം കൂടുതൽ വ്യക്തമായിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമയി TV.